السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله. عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا إذا تداينتم بدين إلى أجل مسمى فاكتبوه. وليكتب بينكم كاتب بالعدل ولا يأب كاتب أن يكتب كما علمه الله فليكتب وليملل الذي عليه الحق وليتق الله ربه ولا يبخس منه شيئا فإن كان الذي عليه الحق سفيها أو ضعيفا أو لا يستطيع أن يمله فليملل وليه بالعدل واستشهدوا شهدين من رجالكم فإن لم يكونا رجلين فرجل وامرأتان ممن ترضون من الشهداء تضل إحداهما فتذكر إحداهما الأخرى ولا يأبى الشهداء إذا ما دعوا ولا تسأموا أن تكتبوه صغيرا أو كبيرا إلى أجله ذلكم أقسط عند الله وأقوم للشهادة وأدنى ألا ترتابوا إلا تكون تجارة حاضرة تديرونها بينكم وليس عليكم جناح ألا تكتبوها واشهدوا إذا تبايعتم ولا يضار كاتب ولا شهيد وإن تفعلوا فإنه فسوق بكم واتقوا الله ويعلمكم الله والله بكل شيء عليم. സൂറത്തുൽ ബഖറയിലെ എന്നല്ല പരിശുദ്ധ ഖുർആനിലെ തന്നെ ഏറ്റവും വലിയ ആയത്താണ് ആയത്തുദ്ദൈൻ എന്ന പേരിൽ അറിയപ്പെടുന്ന സൂറത്തുൽ ബഖറയിലെ 282 നമ്മളിവിടെ ഓതിയ ആയത്ത്. ഇതിന് തൊട്ട് മുമ്പുള്ള ആയത്തിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. അത് ഏറ്റവും ഒടുവിൽ ഇറങ്ങിയ ആയത്താണ്. അതിനു മുമ്പിലുള്ള ആയത്ത് റിബ എന്ന പേരിൽ അറിയപ്പെടുന്ന ആയത്താണ്. ഈ ആയത്തുദ്ദൈൻ എന്ന് പറഞ്ഞാൽ കടത്തെ സംബന്ധിച്ച ആയത്ത്. ഒരുപാട് കാര്യങ്ങൾ
നമുക്ക് വ്യക്തത വരുത്താൻ ഉപകരിക്കുന്ന ഒരായത്താണ്. എന്ന് പറഞ്ഞാൽ കേവലം കടമിടപാടുമായി ബന്ധപ്പെട്ട കാര്യം മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമായി കിട്ടും. മുൻകാലത്ത് വിളവെടുപ്പിന് മുമ്പ് തന്നെ കടം വാങ്ങുന്ന ഒരു പതിവുണ്ടായിരുന്നു. നമ്മളെ നാട്ടിലെ ഭാഷയിലേക്ക് കൺവേർട്ട് ചെയ്ത് പറഞ്ഞാല്, എന്റെ നെല്ല് കൊയ്തിട്ട് നിനക്ക് തരാം, ഇപ്പൊ നീ നിന്റെ കയ്യിലുള്ള നെല്ല് എനിക്ക് താ, കടം വാങ്ങാണ്. അപ്പോ ആ കടം വീട്ടുക എപ്പോഴാണ്? ഇയാൾക്ക് കൊയ്യാനുണ്ടാവും, അപ്പൊ കൊയ്തിട്ട് അങ്ങോട്ട് തരാം. ഇനി അല്ലെങ്കിൽ എന്റെ നെല്ല് കൊയ്ത് പൈസ കിട്ടിയിട്ട് പൈസ തരാം, ഇപ്പൊ നീ നെല്ല് കൊണ്ട. നെല്ല് എന്നുള്ളടത്ത് തേങ്ങ നോക്കിയാൽ കുറച്ചുകൂടി നമുക്ക് ഒരു അനുഭവം ഉണ്ടാവും. അപ്പൊ എന്റെ വീട്ടിൽ തേങ്ങ വലിച്ചിട്ട് തരാം, ഇപ്പൊ ഈ 2 തേങ്ങ കൊണ്ട ഉണ്ടല്ലോ. ആ 2 ഒന്നും വാങ്ങൂല, എന്താ പേര് പറയും. അപ്പോ എന്നാ പോട്ടെ, 100 200 ആയിക്കോട്ടെ, നമുക്ക് അതിന് വിരോധമല്ല. എന്തായാലും കടം വാങ്ങുമെന്ന് പറയാ എന്നുള്ള ആ ഉദ്ദേശം. ആ ഇതിൽ എനിക്കുള്ളൊരു പാഠം കരുതിയേ പറയാവൂ. ഇനിയിപ്പോ ഒരു ഉദാഹരണമാണെങ്കിൽ പോലും പറയുമ്പോ കരുതിയിട്ടില്ലെങ്കിൽ ചോദ്യം ചെയ്യാൻ ആളുകളുണ്ട് എന്നുള്ളതാണ്. അതെ. അപ്പൊ ഏതായാലും പിന്നെ ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇത് പറയുന്നതെങ്കിലും അത് മാത്രമല്ല ഇവിടെ വിഷയം. അങ്ങനെയാണെങ്കിൽ ആ ഒരു കാര്യം മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാമല്ലോ. ഇത് മൊത്തം കടമിടപാടിനെ സംബന്ധിച്ചും ബാങ്കിങ് സിസ്റ്റത്തെ സംബന്ധിച്ചും ഉള്ള ഒരു ആയത്താണ്. സാധാരണ നമുക്ക് മതഗ്രന്ഥങ്ങളോടുള്ള നമ്മുടെ ധാരണകളെ തിരുത്തുന്നത് കൂടിയാണ് ഈ ഒരു ആയത്ത്. കാരണം എന്താന്ന് ചോദിച്ചാൽ, സാധാരണ മതം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ആത്മീയമായ ആരാധനാപരമായ കാര്യങ്ങളുണ്ട്. അതിനിടയിൽ എപ്പോഴോ ഒരു സൽക്കർമ്മത്തെ കുറിച്ചൊക്കെ പറഞ്ഞു പോകുന്ന ഒരു രീതി, അനാഥകളെ നോക്കണം കേട്ടോ, അല്ലെങ്കിൽ ധർമ്മം കൊടുക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞങ്ങ് പോകുന്ന ഒരു രീതി, അങ്ങനെയൊക്കെയാണ് സാധാരണ മതങ്ങളിൽ നിന്ന് കാണാറുള്ളത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ അള്ളാഹു അവന്റെ കലാം നമുക്ക് തന്നപ്പോ അതിൽ ഏറ്റവും വലിയ ആയത്ത് തന്നെ ഒരു പേജ് നിറച്ചില്ലേ പുസ്തകത്തിൽ. സാധാരണ ആയത്തുകൾ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവാണ്ട് ഒരു അടയാളം ഉണ്ടാവുമല്ലേ? ഈ പേജിൽ അതില്ല. കാരണം എന്താന്ന് വെച്ചാല് ഇടയ്ക്ക് മുറിയുന്നില്ല. അപ്പൊ വലിയൊരായത്ത്, ഒരു പേജ് നിറച്ചുള്ള ഒരായത്ത് ഒറ്റ ശാസ്ത്രത്തിൽ ചെല്ലാൻ കഴിയില്ല. ഈ ആയത്ത് അള്ളാഹുവിനെ കുറിച്ച് അല്ല, അള്ളാഹുവിന്റെ ഗുണനാമ വിശേഷണങ്ങളെ കുറിച്ചല്ല, അള്ളാഹുവിന്റെ അധികാരത്തെ സംബന്ധിച്ചല്ല, അവനെ പുകഴ്ത്തുന്നതിനെ കുറിച്ചല്ല, അവനെ പുകഴ്ത്താൻ ആവശ്യപ്പെട്ടുകൊണ്ടുമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചെല്ലാനല്ല, നമസ്കാരത്തെ കുറിച്ചോ നോമ്പിനെ കുറിച്ചോ സക്കാത്തിനെ കുറിച്ച് പോലുമോ അല്ല. ഒരു സക്കാത്ത് തന്നെ പറയണില്ല, ഹജ്ജോ ഉംറയോ ഒന്നുമില്ല, ദിക്ർ ദുആ സലാത്ത് സലാമുകളൊന്നുമില്ല. ഈ ആയത്ത്, ഏറ്റവും വലിയ ആയത്ത്, ഇത് മൊത്തം പറയുന്നത് ഇടപാടിനെ കുറിച്ചാണ്. അപ്പൊ ഇത്രത്തോളൊക്കെ പ്രാധാന്യം ഉണ്ട് ഇടപാടിന്. ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന ഒരുപാട് പാഠങ്ങളിൽ ഒന്ന് അതാണ്. നമ്മുടെ നമസ്കാരവും ദിക്റും ദുആയും സലാത്തും ഒക്കെ നേരെ ആയാലും നമ്മുടെ ഇടപാട് നേരെയായിട്ടില്ല എങ്കിൽ നമ്മൾ നേരെയായി എന്ന് പറയാൻ കഴിയില്ല, ഖുർആൻ അനുസരിച്ചായി എന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ ഇടപാടുകളിലെ സൂക്ഷ്മത എന്ന് പറയുന്നത് എത്രത്തോളം നമ്മുടെ ലൈഫിൽ പ്രധാനമാണ് എന്ന് പഠിപ്പിച്ചിരുന്നു ആയത്തുൽ.
യാ അയ്യുഹല്ലദീന ആമനൂ എന്ന് പറഞ്ഞിട്ടാണ് ഇത് തുടങ്ങുന്നത്. അല്ലയോ മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതൊരു സാരോപദേശം എന്ന നിലയ്ക്ക് അവിടെ ഇങ്ങനെ കിടന്നോട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞതല്ല. കുറെ കാര്യങ്ങളൊക്കെ പറയുന്നത് അതിന്റെ കൂടുതൽ എന്നല്ല. മുഅ്മിനീങ്ങളെ എന്ന വിളിക്ക് വളരെ പ്രത്യേകത ഉണ്ട്. അള്ളാഹു റബ്ബുൽ ഇസ്സത്തുമായിട്ട് കരാറിൽ ഏർപ്പെട്ടവരാണ് മുഅ്മിനീങ്ങൾ. നീ റബ്ബാണ്, അള്ളാഹു റബ്ബാണ് എന്ന് തൃപ്തിപ്പെട്ട ആളുകളാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ദൂതരാണ് എന്ന് തൃപ്തിപ്പെട്ട ആൾക്കാരാണ്. പരിശുദ്ധ ഇസ്ലാം അള്ളാഹുവിന്റെ ദീനാണ് എന്ന് തൃപ്തിപ്പെട്ട ആൾക്കാരാണ്. അങ്ങനെ റിള ഉള്ള, തൃപ്തിയുള്ള, അതുകൊണ്ട് അള്ളാഹുവിനോട് കരാറിൽ ഏർപ്പെട്ട ആൾക്കാരെയാണ് മുഅ്മിൻ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള മുഅ്മിനീങ്ങളെ വിളിച്ചുകൊണ്ട് പറയുന്ന കാര്യമാണ് എന്നതുകൊണ്ട് ഇത് കുറച്ചുകൂടി ഗൗരവപ്പെട്ട ഒരു സംഗതിയാണ്. നമ്മൾ സാധാരണ പറയാറുണ്ട് ഇസ്ലാം ശാന്തിയാണ്, സമാധാനമാണെന്നൊക്കെ. അതെങ്ങനെയാന്ന് പലപ്പോഴും നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. അത് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ നിയമങ്ങൾ നമ്മൾ പാലിക്കുമ്പോഴാണ് സമാധാനം കിട്ടുക. നമ്മുടെ ജീവിതത്തിൽ 1% പാലിച്ചാൽ അത്ര സമാധാനം, 10% ആണെങ്കിൽ അത്ര സമാധാനം, 90% പാലിച്ചാൽ 90% സമാധാനം, അല്ലേ? അപ്പൊ നമ്മൾ എത്ര ശതമാനം അള്ളാഹുവിന്റെ ദീന് അനുസരിക്കുന്നുവോ, അവന് കീഴ്പ്പെടുന്നുവോ, ജീവിതം അവന് സമർപ്പിക്കുന്നുവോ, അത്ര സമാധാനം. ഇസ്ലാമിന്റെ ഒരു പ്രത്യേകത 1% ഒരാൾ പാലിക്കുന്നെങ്കിൽ അത്ര സമാധാനം കിട്ടും എന്നുള്ളതാണ്. അത് 1% പാലിക്കുന്നുള്ളൂ, അത് കിട്ടും. ഇപ്പൊ ഒരാൾ നിസ്കരിക്കുന്നു, ആ നിസ്കാരം പിന്നെ അയാൾ നല്ല നിൽക്കോ, നല്ല നീയത്തിലോ ഇഖ്ലാസോടെ ഒന്നും അല്ല ചെയ്യുന്നതെന്ന് വിചാരിക്കും, വെറുതെ നിസ്കരിക്കാൻ വിചാരിക്കും. എന്നാ അതിനൊരു ഫലമുണ്ട്, 5 നേരം കൈ മുഖത്ത് വൃത്തിയാവും, അല്ലേ? അതേപോലെ തന്നെ ശരീരത്തിനൊക്കെ ഒരു മടക്കവും ഒരു സംഗതിയൊക്കെ കിട്ടുന്ന യോഗ ദിനമായിരുന്നു. യോഗം കൂടുന്ന ദിനമല്ല, യോഗാസനത്തിന്റെ ദിനം. അപ്പോ ശരീരത്തിന് അതിൻ്റെതായ ഗുണം ഉണ്ടാവും. ഒരാൾ നോമ്പ് നല്ല നീയത്തൊന്നും അല്ലാണ്ട് നോമ്പ് വെച്ച് വിചാരിക്കും, എന്നാൽ തന്നെ ഒരു ഫാസ്റ്റിങ്ങിന്റെ ഒരു ഗുണം അതിനുണ്ടാവും. അതേ സമയത്ത് പൂർണ്ണമായ ശ്രദ്ധയോട്, സൂക്ഷ്മതയോട്, ഇഖ്ലാസോടു കൂടി ഒരാൾ നിസ്കരിച്ചാൽ അപ്പൊ അതിന്റെ ഗുണം അത്ര തന്നെ ഉണ്ടാവും. അപ്പൊ എത്രയാണോ നമ്മൾ ദീൻ പ്രാക്ടീസ് ചെയ്യുന്നത് അത്ര ഗുണമുണ്ട്. അപ്പൊ ഒരാൾ സക്കാത്ത് കൊടുക്കുക, നല്ല നീയത്തൊന്നുമില്ല എന്ന് വിചാരിക്കുക, എന്നാ പോലും ആ സക്കാത്ത് കിട്ടുന്നവൻ അതിന്റെ ഗുണം ഉണ്ടാവൂലേ? ഉണ്ടാവും. കൊടുക്കണവനും ഗുണം ഉണ്ടാവും, കാരണം നല്ല സക്കാത്ത് വെക്കുന്ന ആളാണെന്ന് അറിയപ്പെടും. അപ്പൊ സമൂഹത്തിൽ അതിൻ്റെതായ ഒരു ഗുണം ഉണ്ടാവും. അപ്പൊ എത്ര, ഞാൻ പറയുന്നത് ഇതൊക്കെ അതിന്റെ പൂർണ്ണതയിൽ ചെയ്യണം, ഇഖ്ലാസോട് കൂടി ചെയ്യണം, നല്ല നീയത്തിൽ ചെയ്യണം. പക്ഷെ ഇനി അഥവാ എത്ര കുറച്ചാണോ ചെയ്യുന്നത് ആ കുറച്ചിലും എന്തുണ്ടാവും, അതിന്റെ ഗുണമുണ്ടാവും. ഇപ്പൊ ഇവിടെ യഥാർത്ഥത്തിൽ സാമ്പത്തിക ഇടപാട് എന്നാണ് പറയുന്നതെങ്കിലും മനുഷ്യബന്ധങ്ങളുടെ ഉറപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു നിയമമാണ് ഇവിടെ പറയുന്നത്. ഇതിന്റെ പിന്നെ അർത്ഥത്തിലേക്ക് നമുക്ക് വരാം. എഴുതി വെക്കണം എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രധാന സംഗതി. ഇടപാടുകൾ എഴുതി വെക്കണം. ഒറ്റ കാര്യം മാത്രം പറയാം, ഇടപാടുകൾ എഴുതി വെക്കാത്തത് കൊണ്ട് തകർന്നു പോയ എത്ര ബന്ധങ്ങളാണുള്ളത്. നിങ്ങളിപ്പോ ആലോചിക്കാൻ പോയാൽ പിന്നെ ക്ലാസ്സിൽ വേറെ ഒന്നും ഓർമ്മ ഉണ്ടാവില്ല, മനസ്സിലായോ? അത്രത്തോളം ആലോചിക്കാനുണ്ടാവും നമുക്ക്. എഴുതി വെക്കാത്തത് കൊണ്ട് തകർന്നു പോയ ബന്ധങ്ങൾ, തെറ്റിപ്പോയ അളിയന്മാർ, പാർട്ട്ണർമാര്, മക്കളും മാതാപിതാക്കളും പോലും. പാർട്ട്ണർമാര് തെറ്റൊരു സ്ഥിരം പരിപാടിയാണ്. അത് ഞാൻ അങ്ങനെയല്ലേന്ന് വിചാരിച്ച് എന്ന് പറയും, എന്നാലും ഞാൻ അങ്ങനെയല്ലായിരുന്നു കരുതിയെന്ന് മറ്റവനും പറയും. ഓരോരുത്തരങ്ങ് വിചാരിച്ചാൽ ഇപ്പോ എന്തൊക്കെ നിവൃത്തിയുണ്ടോ? നമ്മളൊക്കെ എന്തൊക്കെ വിചാരിക്കുന്നുണ്ട്. നമ്മളൊക്കെ ഈ നാട്ടിലേക്കും വെച്ച് ഏറ്റവും നല്ല ആള് ഞാൻ വിചാരിച്ചാല് ഞാൻ വിചാരിച്ചിട്ട് കാര്യമുണ്ടോ? മറ്റുള്ളവർക്ക് കൂടി തോന്നണ്ടേ? എന്നിട്ട് ഞാൻ സ്വന്തം അങ്ങനെ വിചാരിച്ചിട്ട് വേറെ ഉള്ളവർ അങ്ങനെ തോന്നുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ എനിക്ക് സങ്കടമാവുക. അങ്ങനെയാണ്. നമ്മൾ 2 ആള് കൂടി 3 ആള് കൂടി, അപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്ന 4-മനെ കുറിച്ചാണ്. അപ്പൊ നമ്മളുടെ 2 പേരുടെ ചർച്ച ഞാൻ പെർഫെക്റ്റ് ആണെന്നാണ്, ഐ എം ഓക്കെ എന്നാണ്. അപ്പോ എന്റെ പെർഫെക്ഷൻ എത്രയെന്ന് ഞാനല്ലല്ലോ പറയേണ്ടത്. എന്റെ കൂടെ ജീവിക്കുന്നവരും ഞാനുമായി ഇടപാട് നടത്തുന്നവരാണ് എന്റെ സ്വഭാവത്തെ കുറിച്ച് പറയുന്നത്.
അപ്പൊ ഇങ്ങനെ വിചാരം വെച്ച് പുലർത്തിയിട്ട് പലതരം ഇടപാടുകളിലും ഏർപ്പെടും. എന്നിട്ട് എന്താവും അവസാനം ഞാൻ അങ്ങനെ അല്ലായിരുന്നു വിചാരിച്ചത് എന്ന് പറയേണ്ട സാഹചര്യം വരും. അപ്പൊ മധ്യസ്ഥന്മാരും പെട്ടുപോകും ചിലപ്പോൾ. കാരണം രണ്ടാളും അള്ളാഹിനെ കുറിച്ച് സത്യം ചെയ്യുന്നൊക്കെ ഉണ്ടാവും. എന്താ ചെയ്യാ, അള്ളാഹുവാണ് സത്യം, ഞാൻ അങ്ങനെ തന്നെ, ഞാൻ അങ്ങനെ അങ്ങോട്ട് പറയും. അപ്പൊ അത് കേട്ട് മറ്റൊരു അയാളും അങ്ങനെ പറയും. മധ്യസ്ഥനിപ്പ് എന്ത് പറയും? നിങ്ങൾ രണ്ടാളും അള്ളാഹുവിനോട് പറഞ്ഞിട്ടുണ്ടല്ലോ, എന്നാൽ അള്ളാഹുവിനോട് തന്നെ കേസ് വിട്ടുകൊടുക്കാന്ന് പറയേണ്ടി വരും, അല്ലാതെ ഇറങ്ങിയിറങ്ങിപ്പോ. അപ്പൊ അതിനൊന്നും നിൽക്കരുത്. നിങ്ങളുടെ ബന്ധങ്ങൾ താറുമാറാകരുത്. നിങ്ങളുടെ ബന്ധങ്ങൾ സൂക്ഷ്മമായി മുന്നോട്ട് കൊണ്ടുപോകണം. അതിനാവശ്യമായ നിയമങ്ങളൊക്കെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് നൽകുകയാണ്. നമുക്ക് വാക്കർത്തൊന്ന് നോക്കിയിട്ട് തിരിച്ചു വരാം. യാ അയ്യുഹല്ലദീന ആമനു, അലയോ മുഅ്മിനീങ്ങളെ, ഇദാ തദായൻതും, തദായന കടമിടപാട് നടത്തുക, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര ഇടപാട് നടത്തുന്നതിനാണ് പറയാ. ബിദൈനിൻ, ഒരു കടം, ഇലാ അജലിൻ മുസമ്മാ, നിശ്ചിതമായ ഒരു അവധി വരെ ഒരു കടം നിങ്ങൾ കടമിടപാട് നടത്തുകയാണെങ്കിൽ ഫക്തുബൂ, അത് നിങ്ങൾ എഴുതി വെക്കുക. വൽയക്തുബ്, എഴുതി വെക്കണം, ബൈനക്കും, നിങ്ങൾക്കിടയിൽ, കാത്തിബുൻ, എഴുത്തുകാരൻ, ബിൽ അദ്ൽ, നീതിപൂർവം, വലാ യഅബ, വിസമ്മതിക്കരുത്, സമ്മതിക്കൂല എന്ന് പറയരുത്. കാത്തിബുൻ, എഴുത്തുകാരൻ, അൻ യക്തുബ, എഴുതാൻ, കമാ അല്ലമഹുല്ലാഹ്, അല്ലാഹു പഠിപ്പിച്ച പോലെ. വൽയക്തുബ്, അവൻ എഴുതണം. വൽയുംലിൽ, പറഞ്ഞു കൊടുക്കണം. അല്ലദീ അലൈഹിൽ ഹഖ്, ബാധ്യതപ്പെട്ടവൻ അഥവാ അധമർണൻ. വൽയത്തഖില്ലാഹ റബ്ബഹു, അവൻ തന്റെ നാഥൻ അല്ലാഹുവിനെ സൂക്ഷിക്കട്ടെ. വലാ യബ്ഖസ്, അവൻ കുറവ് വരുത്തരുത്. മിൻഹു, അതിൽ, ഷൈഅൻ, ഒന്നും. ഫഇൻ കാന അല്ലദീ അലൈഹിൽ ഹഖ്, ഇനി അധമർണൻ ആണെങ്കിൽ, സഫീഹൻ, മൂഢനാണെങ്കിൽ, ഔ ദഈഫ, ദുർബലനാണെങ്കിൽ, ഔ ലാ യസ്തതിഉ, അല്ലെങ്കിൽ അവന് കഴിയാതെ വന്നാൽ, അയുമില്ല ഹുവ, സ്വയം പറഞ്ഞു കൊടുക്കാൻ, ഫൽയുംലിൽ, പറഞ്ഞു കൊടുക്കണം, വലിയുഹു, അവന്റെ വലിയ, ബിൽ അദ്ൽ, നീതിപൂർവം. വസ്തശ്ഹിദൂ, നിങ്ങൾ സാക്ഷി നിർത്തുക, ഷഹീദൈൻ, രണ്ട് സാക്ഷികളെ, മിൻ റിജാലിക്കും, നിങ്ങളുടെ പുരുഷന്മാരിൽ നിന്ന്. ഫഇൻ ലം യകൂന, അങ്ങനെ രണ്ടാളെ കിട്ടിയിട്ടില്ലെങ്കിൽ, റജുലൈൻ, രണ്ട് പുരുഷന്മാരെ കിട്ടിയിട്ടില്ലെങ്കിൽ, ഫറജുലുൻ, അപ്പോൾ ഒരു പുരുഷനും, വംറഅതാൻ, രണ്ട് സ്ത്രീകളും, മിമ്മൻ തർളൗ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന, നിങ്ങൾക്ക് ബോധിച്ച, മിനശ്ശുഹദാ, സാക്ഷികളിൽ നിന്ന്, അൻതദില്ല ഇഹ്ദാഹുമാ, അവരിൽ ഒരാൾക്ക് മറന്നാൽ അല്ലെങ്കിൽ പഴച്ചാൽ, തെറ്റിപ്പോയാൽ, ഫതുദക്കിറ ഇഹ്ദാഹുമാ, മറ്റേ ആള് ഓർമ്മിപ്പിക്കാനാണ്, അൽ ഖുറ, മറ്റോളെ ഓർമ്മിപ്പിക്കാനാണ്. വലാ യഅബ, നിരസിക്കരുത്, അശ്ശുഹദാ, സാക്ഷികൾ, ഇദാ മാ ദുഉ, തെളിവ് നൽകാൻ വിളിക്കപ്പെട്ടാൽ, വലാ തസ്അമൂ, നിങ്ങൾ മടിക്കരുത്, അൻ തക്തുബു, എഴുതി വെക്കാൻ, സഗീറൻ ഔ കബീറാ, ചെറുതാണെങ്കിലും വലുതാണെങ്കിലും, ഇലാ അജലിഹി, അതിന്റെ അവധി വരെ, ദാലിക്കും അഖ്സതു ഇൻദല്ലാഹ്, എന്താണ് അത്, അല്ലാഹുവിൽ ഏറ്റവും നീതിപൂർവമാണ്. വഅഖ്വമു ലിശ്ശഹാദ, സാക്ഷ്യത്തിന് കൂടുതൽ ബലം നൽകുന്നത്, വഅദ്നാ, ഏറ്റവും അടുത്തതും. അല്ലാ തത്താബു, നിങ്ങൾ സംശയിക്കാതിരിക്കാൻ, ഇല്ലാ അൻ തകൂന തിജാറത്തൻ, കച്ചവടം ആയാലൊഴികെ, തുദീറൂനഹ, നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന, ബൈനക്കും, നിങ്ങൾക്കിടയിൽ, ഫലൈസ അലൈക്കും ജുനാഹുൻ, നിങ്ങൾക്ക് കുറ്റമൊന്നുമില്ല,
അല്ലാ തക്തുബൂഹാ, നിങ്ങൾ എഴുതി വെക്കാതിരിക്കുന്നതിൽ, വഷ്ഹിദു, നിങ്ങൾ സാക്ഷി നിർത്തണം, ഇദാ തബായഅതും, നിങ്ങൾ ഇടപാട് നടത്തുകയാണെങ്കിൽ, വലാ യുവാറ, ഉപദ്രവിക്കപ്പെടരുത്, കാത്തിബൻ, ഒരു എഴുത്തുകാരനും, വലാ ഷഹീദൻ, ഒരു സാക്ഷിയും. വഇൻ തഫ്അലൂ, നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ, ഫഇന്നഹു, തീർച്ചയായും അത് ഫുസൂഖും ബിക്കും, നിങ്ങളിലുള്ള അധർമ്മമാണ്. വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. വയുഅല്ലിമുക്കുമുല്ലാഹ്, അല്ലാഹു നിങ്ങളെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം, അല്ലാഹു എല്ലാ കാര്യങ്ങളും അറിയുന്നവനാണ്. എല്ലാം പറഞ്ഞു, ഒന്നും വിട്ടുപോയിട്ടില്ല. നഊദുബില്ല, അള്ളാഹ് അങ്ങനെ വിട്ടുപോകണമെന്നല്ലോ, വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ആയത്ത് നിസ്കാരത്തിനെ പറ്റി കാണാൻ പറ്റും. നിസ്കാരം 5 വക്താകുന്നു അല്ലേ? സുബഹി, ളുഹർ, അസ്ർ, മഗ്രിബ്, ഇശാ 2 റക്അത്താണ് സുബഹി. അതില് ബാങ്ക് കൊടുക്കണം അല്ലെ, വുളു എടുക്കണം, ഖിബ്ലക്ക് അഭിമുഖമായി നിൽക്കണം, അങ്ങനെ പറഞ്ഞിട്ട് ഓരോ വിശദാംശവും പറഞ്ഞിട്ട് അല്ലാഹു അക്ബർ എന്ന് പറയണം, വജ്ജഹത്ത് ഓതണം, ഫാത്തിഹ ചൊല്ലണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരായത്തുണ്ടോ? ഇല്ല. അതേ സമയത്ത് ഇടപാട് നടത്തുന്നിടത്ത് ഇങ്ങനെ പറഞ്ഞുതരാം, ഓരോന്നും പറഞ്ഞുതരാം. കാരണം എന്താന്ന് ചോദിച്ചാൽ, ഒരാൾ മുഅ്മിനാവാൻ തീരുമാനിച്ചാല്, നിസ്കരിക്കണം എന്ന് തീരുമാനിച്ചാല്, സുന്നത്ത് നോക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ നിസ്കരിച്ചോ അത് നോക്കിയോ നിസ്കരിച്ചോളൂ. ഏറ്റവും സൂക്ഷ്മത കാണിക്കും, അപ്പൊ തന്നെ കാണിക്കുന്നുണ്ടല്ലോ. അതേസമയം ഇടപാട് അങ്ങനെ പോയി തേടി പിടിച്ചൊന്നും എന്ത് ചെയ്യൂല, നോക്കൂല. അള്ളാഹു അത് ഓരോ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് പറഞ്ഞുതരും, ഓരോ പോയിന്റും പറഞ്ഞുതരും. നിങ്ങൾ ഇങ്ങനെ ചെയ്യണം, ഞാൻ അതില്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഒരു മതഗ്രന്ഥമായ, നമ്മളെ മനസ്സിൽ മതഗ്രന്ഥം എന്ന് കാണുന്ന ഒരു ഖുർആൻ, മതഗ്രന്ഥമായിട്ടാണ് ഖുർആൻ നമ്മൾ കാണുന്നത്. യഥാർത്ഥത്തിൽ ഇത് മതഗ്രന്ഥം അല്ല. വാണിദാസലവരൊക്കെ പറയാറുണ്ട്, ഇത് മതാതീത മതമാണ്, സൂപ്പർ റിലീജിയൻ. സാധാരണ റിലീജിയൻ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു മതം എന്ന് പറയുമ്പോൾ അതിൽ കാണുന്ന കാര്യങ്ങൾ മാത്രമല്ല ഇതിലുണ്ടാവുക. ഇതൊരു മതാതീത മതമാണെന്ന് പറയും. ഇതൊന്നും യഥാർത്ഥത്തിൽ ഒരു മതത്തിന്റെ ആചാരത്തിന്റെ രജിസ്റ്റപ്പെട്ട സംഗതിയല്ല. ബാങ്ക് എങ്ങനെ നടത്തേണ്ടതെന്നാണോ മതം പഠിപ്പിക്കുക? പക്ഷെ ഇസ്ലാം അത് വളരെ കൃത്യമായിട്ട് പഠിപ്പിക്കും. അപ്പോ യാ അയ്യുഹല്ലദീന ആമനു, വലിയ മുഅ്മിനീങ്ങളെ എന്ന് വിളിച്ചിട്ട് തന്നെ അത് പറയും. അത് മാത്രമല്ല, ഒരു വേള ആരാധനാനുഷ്ഠാനങ്ങൾ പഠിപ്പിക്കാൻ എടുത്ത സ്ഥലത്തേക്കാൾ കൂടുതൽ സ്ഥലം ഉപയോഗിച്ചു. ഇതിന് ഏറ്റവും വലിയ ആയത്ത് തന്നെ ആരാധനകളുടെ വിശദാംശങ്ങൾ പഠിപ്പിക്കാത്ത ഖുർആൻ ഇതിന്റെ വിശദാംശങ്ങൾ പഠിപ്പിച്ചു. അപ്പൊ ഒരുപാട് പാഠത്തിൽ നിന്നുണ്ട്. മുഅ്മിനീങ്ങളെ, ഇതിന്റെ ആദ്യം തന്നെ, ഇദാ തദായൻതും ബിദൈനിൻ ഇലാ അജലിൻ മുസമ്മാ, നിങ്ങൾ അവധി വെച്ചുകൊണ്ട് കടമിടപാട് നടത്തുകയാണെങ്കിൽ എന്ന് പറഞ്ഞതിൽ നിന്ന്, കടമിടപാട് നടത്തേണ്ടത് അവധി വെച്ചുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കണം. അവധി വെച്ചുകൊണ്ടാണ് കടമിടപാട് നടത്തുന്നത്. എനിക്കൊരു 2.5 ലക്ഷം ഉറുപ്പിക വേണം. ആയിക്കോട്ടെ, അച്ഛൻ വൈകുന്നേരം അങ്ങോട്ട് വന്നു, 2.5 ലക്ഷം വാങ്ങിപ്പോയി. എപ്പാ തരാന്നും പറഞ്ഞില്ല, എപ്പാ തരണ്ടേന്നും പറഞ്ഞില്ല. രണ്ടാളും പിരിഞ്ഞു. കുറച്ചു ദിവസം കഴിഞ്ഞ് നോക്കുമ്പോ ഇയാള് ചോദിച്ചു, അല്ല നീ വാങ്ങി 2.5 അല്ല അത് വാങ്ങിച്ചല്ലോ. ഞാൻ വിചാരിച്ചു ഈ വേഗം തരും. എന്നാ ഞാൻ വിചാരിച്ച എനിക്ക് പെട്ടെന്ന് വേണ്ടി വരൂല. രണ്ടാളും വിചാരം എടുത്തി. അല്ലടോ, നിനക്ക് അറിഞ്ഞൂടെ ഞാനത് പുറപ്പണിക്ക് വെച്ച പൈസയാണെന്ന്, അല്ലെങ്കിൽ ഞാൻ ബിസിനസ്സുകാരനാണ് റോൾ ചെയ്യുന്നത്, സ്ഥലത്ത് ഡെഡായിട്ട് കിടക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഭയങ്കര പ്രശ്നമാണ്, എനിക്കറിയില്ലേ. അല്ല അങ്ങനെയാണ് ഇജ്ജൊന്ന് പറയണ്ടേ മറ്റാള്. അപ്പൊ ഇത് എവിടെ എത്തും? അപ്പൊ അതുകൊണ്ട് അവധി നിശ്ചയിക്കണം. കടം വാങ്ങുക എന്നത് പരമാവധി ഒഴിവാക്കേണ്ടതാണ്. നമ്മൾ കഴിഞ്ഞ ആയത്തിൽ അത് പഠിച്ചു. ആയത്തിലല്ല, ആയത്തിൽ വിശദീകരിക്കും.
കടം കൊടുക്കൽ പുണ്യകർമ്മമാണ്, അതും പഠിച്ചു. കടം പലിശ ഉണ്ടാവാൻ പാടില്ല, ഒട്ടുമേ പാടില്ല. പലിശ പണമായി മാത്രമല്ല യാതൊരുവിധ പ്രയോജനമായിട്ടും പലിശ ഉണ്ടാവാൻ പാടില്ല, അതും പഠിച്ചു. ശരി, എങ്കിൽ കടമിടപാട് നടത്തുമ്പോൾ എന്ത് ചെയ്യണം? അവധി വെക്കണം. അപ്പൊ ആ അവധി കൃത്യതയുള്ള അവധിയായിരിക്കണം. കൃത്യതയില്ലാത്ത അവധി ഉണ്ട്. അങ്ങനെ എനിക്ക് കഴിയുമ്പോ തന്നേക്ക്, ഞാൻ എനിക്ക് കഴിയുമ്പോ തരാം, എപ്പാ കഴിയ? ഒരാൾക്ക് എപ്പോഴാ കഴിയാന്നുള്ളത് വേറെ ആൾക്ക് പറയാൻ കഴിയില്ല. നിങ്ങൾക്ക് പൈസ ഉണ്ടല്ലോ, ആ പൈസ അതിനുള്ളതല്ല, അത് ഞാൻ വേറെ സംഗതിക്ക് വെച്ച. അല്ല, നിങ്ങളിപ്പോ അങ്ങനെയാണെങ്കിൽ മുറ്റത്തൊക്കെ മറ്റേ ഇന്റർലോക്ക് ഒക്കെ വിരിക്കുന്നുണ്ടല്ലോ. അല്ല, മുറ്റത്ത് ഇന്റർലോക്ക് വിരിച്ചില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമല്ലേ? ആൾക്കാർ ഒരു പോകും, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവിടെ എന്നാ വാങ്ങി പൈസ കൊടുത്തൂടെ? അല്ല, അത് ഈ സമയമുണ്ടല്ലോ. അല്ല, ഇപ്പൊ തന്നെ ഇനി പിന്നെ കുറെ കുത്തിപ്പൊളിച്ച് എല്ലാം കൂടി ഫ്ലോറിന്റെ പണിയൊക്കെ എടുക്കണോ? അത് ഉമ്മച്ചി നിസ്കരിക്കുമ്പോ പഴയ മൊസൈക്കൊക്കെ അടന്നിട്ട് മുട്ടുംകാലിനൊക്കെ കുത്തുകൊള്ളുന്നു. ഉമ്മച്ചി നിസ്കരിക്കുമ്പോ കുത്തുകൊള്ളുന്ന തന്നെ പറയണത് നിങ്ങൾക്ക് മനസ്സിലായോ? നടന്നു പോകുമ്പോ കുത്തുകൊള്ളുണ്ടെന്ന് പറഞ്ഞാൽ പോരെ. അതിന്റെ അതിന് വേണ്ടിയിട്ടാണ് അത് പറയുന്നത്. അപ്പൊ കഴിവ് എപ്പോഴാണ് എന്നത് ഒരാളെ സംബന്ധിച്ച് പറയാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് കഴിയുമ്പം തന്നേക്ക്, കഴിയുമ്പം തരാം എന്നതുപോലെയുള്ള അവധികളല്ല. ഇനി നമ്മളെ ബന്ധം കൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവുമല്ലോ, ചില കുടുംബ ബന്ധം കൊണ്ടോ സുഹൃത്ത് ബന്ധം കൊണ്ടോ ഒരാൾക്ക് അവധി നിശ്ചയിക്കാതെ കടമിടപാട് നടത്തുന്നതിന് തെറ്റൊന്നുമില്ല, ഹറാമൊന്നുമില്ല. പക്ഷെ കേസ് ഉണ്ടാവില്ല. ഇസ്ലാമിക കോടതിയിൽ പോയിട്ട് ഓൻ എനിക്ക് തരുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ഓൻ അവധി ആയിട്ടില്ല. ഓൻ അവധി ആകുമ്പോഴല്ലേ ഓൻ തരിക. അപ്പൊ അങ്ങനെ ഒരാൾ പറയുകയാണെങ്കിൽ ഇനി അതിപ്പോ ഈ അങ്ങനെ കണക്കാക്കുന്നു വേണ്ട, ഈ ഉള്ളപ്പോ തന്നാ മതി. അല്ല, ഞാനിത് എപ്പോഴാ തിരിച്ചറിയേണ്ടത് ചോദിക്കുമ്പോ അത് അങ്ങനെ ഈ കണക്കാക്കുന്നു വേണ്ട, ഈ പിന്നെ നിനക്ക് കഴിയുമ്പോൾ തന്നാ മതി എന്നൊരാൾ പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആ പറഞ്ഞിട്ട് അയാൾ പിന്നെ തരുന്നില്ല എന്നും പറഞ്ഞിട്ട് ആരെടുത്ത് പോയരുത്? കോടതിന്റെ അടുത്ത് പോയത്. അത് പിന്നെ നിങ്ങൾ തന്നെ എന്തായിക്കോളണം, അങ്ങോട്ടും ഇങ്ങോട്ടും തൃപ്തിപ്പെട്ടേക്കണം. അപ്പൊ പരാതി പറയണമെങ്കിൽ, ഒരു കാര്യം ഉന്നയിക്കണമെങ്കിൽ അതിന് കൃത്യതയുള്ള അവധി ഉണ്ടാവും. അപ്പൊ 2 കൊല്ലോ 3 കൊല്ലോ 4 കൊല്ലോ 5 കൊല്ലോ ഒക്കെ പറയാം. അത് രണ്ടു കൂട്ടർക്ക് സമ്മതമാണെന്ന് മാത്രം. ഇനി അങ്ങനെ നിശ്ചിതമായ അവധി വെച്ച്, അത് പൈസയാവാം, സാധനങ്ങളാവാം. പറഞ്ഞമാതിരി 100 തേങ്ങയാണെങ്കിൽ ആ 100 എണ്ണം കുറയ്ക്കേണ്ട വിചാരിച്ച 100 തേങ്ങ 100 തേങ്ങ ഇത്രാം തീയതി തരാന്ന് പറയണം. അങ്ങനെയാണ് പറയേണ്ടത്. അപ്പോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അവധി എന്ത് ചെയ്യാം? നീട്ടുക ചെയ്യാം. അവധി നീട്ടി വാങ്ങാം, നീട്ടി കൊടുക്കണം എന്നാണല്ലോ നേരത്തെ താഴത്ത് പറഞ്ഞേ. ആരെങ്കിലും നിങ്ങളോട് കടം ചോദിച്ചിട്ട് ഓൾക്ക് തരാൻ കഴിയാതെ വന്നിട്ടാണെങ്കിൽ നീട്ടിക്കൊടുക്കണം, നീട്ടിക്കൊടുക്കുകയൊക്കെ ചെയ്യാം. അത് ഏറ്റവും നല്ല ഗുണമാണ്. ഇനി അതിനേക്കാൾ ഗുണമാണ് എന്ത്? അത് വേണ്ട, സാറിലടാ, നീ പോയിക്കോ, സാറില്ല, ഞാനിപ്പോ അതിപ്പോ ഈ കടം പോയിട്ടില്ലെങ്കിലും എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, നീ ഇപ്പൊ പ്രയാസപ്പെടണ്ട, ഈ എടുത്തോ എന്നൊക്കെ പറയാം. ചില ആളുകൾ മുറിഞ്ഞി പറയൂല, അടന്നോട്ടെ എന്ന് പറയൂ. അടന്നോട്ടെ എന്നാകുമ്പോ എന്താ? കടത്തിന് മാത്രമല്ല കേട്ടോ, ഇത് എല്ലാ ഇടപാടുകൾക്കും ബാധകമാണ്. ചിലപ്പോ പീഡിയക്കാർ പറയും 10 റുപ്യ അടന്നോട്ടെ, അടന്നോട്ടെ എന്ന് പറയരുത്. വേണ്ടാന്ന് പറഞ്ഞേക്കണം. 6610 റുപ്യന്റെ സാധനമാണ്. 6600 എണ്ണിക്കൊടുത്ത് 10 റുപ്യ പിന്നെ എടുക്കുമ്പോ പീഡിയക്കാരൻ പറയാം ആടന്നോട്ടെ. അത് വേണ്ടാന്ന് വെച്ചാ പോരെ. ആടന്നോട്ടെ എന്ന് പറഞ്ഞാൽ അത് വേണമെന്നാണോ വേണ്ടാന്നാണോ? അതാ ഞാൻ പറഞ്ഞത്.
അത് നിങ്ങളെ കയ്യിൽ നിന്നോട്ടെ എന്ന് പറഞ്ഞാല് അത് രണ്ടർത്ഥത്തിലാകാം. എനിക്ക് എപ്പം വേണം ചോദിച്ചാൽ തരണമെന്നാവാം, അതല്ല പിന്നെ അത് വേണ്ടെന്നാവാം. അപ്പൊ എന്തിനാണ് അങ്ങനെ ഒരു അവ്യക്തതയിൽ ഇടപാട് നടത്തുന്നത്? 6610 വാങ്ങിയതല്ലേ, ഒരു 10 ഉറുപ്പ്യ വേണ്ടാന്ന് വെച്ചാ പോരെ? വേണ്ട എന്നങ്ങ് പറഞ്ഞാൽ എന്താണ്? ഇടപാട് നടത്തുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ വളരെയധികം ശ്രദ്ധിക്കണം. ചിലപ്പോ ഇയാൾ പറയാ അത് നിങ്ങൾ ഉള്ളപ്പോ കൊടുത്തേക്കെന്ന് പറയും. ഉള്ളപ്പോ കൊടുത്തേക്കെന്ന് പറഞ്ഞാലും എന്തായി? അത് കടമാണ്, അത് ബാധ്യതയാണ്. ഉള്ളപ്പോ പിന്നെ അത് കൊടുക്കണം. അപ്പോ ചിലപ്പോ ഉള്ളപ്പോ കൊടുത്തേക്കെന്ന് പറയുന്ന ആൾ ഉദ്ദേശിക്കുന്നുണ്ടാവുക വേണ്ടാന്നായിരിക്കും. എന്നാ പിന്നെ വേണ്ടാന്നൊക്കെ പറഞ്ഞാൽ അതങ്ങ് മുറിഞ്ഞ്. ഈ ഇടപാടുകളിൽ കുറച്ച് അവിടെ ഇങ്ങനെ ഒരു ഒരു ബാക്കി വെച്ച് പോകരുത്. നമ്മൾ ചോറുന്നുമ്പോൾ പഠിച്ചു തിന്നണമെന്നറിയാം. അതില് ഇടപാടുകൾ അങ്ങനെ ആയിരിക്കണം, കൃത്യമായിട്ട് മുറിക്കണം. അതിന് ചില ആള് ഇടപാട് മുറിയാണ്ടിരിക്കാൻ അങ്ങനെ പറയണേന്ന്. നമ്മൾ തമ്മിലുള്ള ഇടപാട് മുറിയണ്ട, നമ്മൾ തമ്മിലുള്ള സ്നേഹമാണ് മുറിയണ്ടാത്തത്. നമ്മൾ തമ്മിലുള്ള സ്നേഹമാണ് മുറിയണ്ടാത്തത്. ഇടപാടുകൾ യഥാർത്ഥത്തിൽ കൃത്യമായിട്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുകയാണ് വേണ്ടത്. അനന്തരാവകാശികളോടുള്ള പെരുമാറ്റത്തിൽ ചിലർ അത്തരം കാര്യങ്ങൾ കാണിക്കാറുണ്ട്. ഞാൻ അറിയുന്ന ഒരാള്, നിങ്ങൾക്കും പറഞ്ഞാൽ അറിയുന്ന ഒരാളാണ്, പ്രത്യേകിച്ച് കക്കോടിക്കായിരിക്കും. അദ്ദേഹത്തിന് 3-4 മക്കളുണ്ട്. കുറെ മുന്നേ ഞാൻ ചെറുപ്പത്തിൽ കണ്ടൊരു സംഭവം. അപ്പോ അദ്ദേഹത്തിന്റെ ഒരു മോൻ ടൈലറിംഗ് പഠിച്ചു. മൂപ്പർക്ക് ഒരു തയ്യൽ മെഷീൻ വേണം. അപ്പൊ ഇന്നത്തെ മാതിരി പൂവാ മെഷീൻ വാങ്ങുക ഇതൊന്നും അല്ലല്ലോ, മുമ്പത്തെ ഒരു സിസ്റ്റം. അതൊക്കെ ഒരു സംഭവമാണല്ലോ. പാപ്പനെന്ത് പൈസ ഉണ്ട്. പാപ്പ എന്ത് പറഞ്ഞു എന്നറിയോ? ഞാന് വാങ്ങിത്തരുന്നില്ല, ഞാൻ നിനക്ക് പൈസ തരാം, ഈ പോയി വാങ്ങിക്കോ, എന്നിട്ട് ഈ എന്ത് ചെയ്യണോ ആ പൈസ എനിക്ക് തിരിച്ചു തരാം എന്ന് പറഞ്ഞു. അങ്ങനെ മൂപ്പര് പൈസ ആയിട്ട് പോയി മെഷീൻ വാങ്ങിക്കൊണ്ടുവന്ന് അങ്ങനെ ഇയാൾ അടിച്ചിട്ട് കിട്ടുന്ന പൈസ കുറേശ്ശെ പാപ്പാക്ക് കൊടുത്ത് അത് വീട്ടി. ഞാൻ ആദ്യം വിചാരിച്ചത് ഇയാൾ എന്തൊരു വാപ്പയാണെന്ന്. കാരണം എന്താണ്, പൈസ എന്തായാലും ഉണ്ട്, എന്നാ പിന്നെ മോനങ്ങ് വാങ്ങി കൊടുത്താ പോരെ. പക്ഷെ വാപ്പന്റെ സ്റ്റാൻഡ് എന്താന്ന് ചോദിച്ചാൽ, ഈ മെഷീൻ പൊരയിലിട്ടിട്ട് ഇവൻ അടിക്കുമ്പോ ചിലപ്പോ പെങ്ങളെ കുട്ടികൾ വരും. മെഷീനല്ലേ, ഓരോ തുണി എടുത്തിട്ട് അതിന്റെ മുകളിൽ അങ്ങോട്ടും കൊണ്ട് അടിച്ച് സൂചി പൊട്ടി നൂലങ്ങോട്ടായി ഇങ്ങോട്ടായി. അപ്പൊ ആർക്ക് ദേഷ്യം പിടിക്കും? ഇതിന്റെ ശരിക്കും ഇത് അടിച്ചുകൊണ്ടിരിക്കണോന് ദേഷ്യം പിടിക്കും. ഉടനെ പെങ്ങൾ എന്ത് ചോദിക്കൂ? നിന്റെ വാപ്പ വാങ്ങിയ മുതലല്ലേ ചോദിക്കൂലേ? ഈ എന്തിനാ എന്റെ കുട്ടിയോട് അങ്ങനെ ചൂടാണ്, നിന്റെ വാപ്പ വാങ്ങിയ മുതലല്ലേ എന്ന് ചോദിക്കുന്നതോട് കൂടിയിട്ട് ടൈലർക്ക് പിന്നെന്തില്ല, അവിടെ ഒഴിച്ചു. അതേ സമയത്ത് ഇയാൾക്ക് ഇജ്ജത്തോട് കൂടിയിട്ട് എന്ത് ചെയ്യാം? അത് എടുക്കരുത് മോളെ, അത് പണിയായതാണ്, അതിനോട് കളിക്കരുത്, അതാണെന്നോട്ടെ എന്ന് പറയാനുള്ള അധികാരമാണ് ഈ വാപ്പ എന്തായത് മോന് കൊടുത്തത്. അതോടൊപ്പം വാപ്പ ഓനിങ്ങനെ വിഷയം വാങ്ങിക്കൊടുത്തിക്കണ്, മറ്റവർക്ക് അത് വാങ്ങിക്കൊടുത്തിക്കണ്, എനിക്ക് ഒന്നും കിട്ടിയിട്ടില്ല എന്ന് വേറൊരു വ്യക്തന് പറയാനും അവസരം ഉണ്ടാവരുത്. അപ്പൊ ഇങ്ങനെയൊക്കെ സൂക്ഷിച്ച് ഇടപാടുകൾ നടത്തിയിരുന്നവരുണ്ട്. നീന്റെ അർത്ഥം ഒരാള് മോനും ഒന്നും വെറുതെ വാങ്ങിക്കൊടുക്കരുതെന്നല്ല. ഇതിന് എന്താണോ മനസ്സിലാക്കേണ്ടത് അതേ നിങ്ങൾ മനസ്സിലാക്കാവൂ. അപ്പൊ ഇങ്ങനെ അല്ലാതെ വാങ്ങി തന്ന ഒരാൾ മോശമാണെന്നൊന്നും അതിന് അർത്ഥമല്ല. ഗിഫ്റ്റ് ആർക്കും കൊടുക്കാം, പക്ഷെ മക്കൾക്ക് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യാൻ പാടില്ല? വിവേചനം കാണിക്കാൻ പാടില്ല എന്ന ഒരു സുന്നത്തുണ്ട്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. ഒരു മോന് അല്ലെ ഒരു മോക്ക് മാത്രം പ്രത്യേകം അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പൊ അതിനൊക്കെ പറ്റുന്ന ഇടപാടാണ്. അപ്പൊ ഞാൻ പറയുന്നത് മൊത്തത്തിൽ ഈ ഇടപാടുകളെ കുറിച്ച് നമ്മൾ സൂക്ഷിക്കേണ്ടുന്ന ഒരു സൂക്ഷ്മതയാണ് ഈ ആയത്തിന്റെ പ്രധാന പാഠം. ഇതിലേക്ക് തന്നെ വരിക. അപ്പോൾ നിങ്ങൾ ഫക്തുബൂ എഴുതി വെക്കണം. അവധി വെച്ച് ഇടപാട് നടത്തുമ്പോൾ അത് എഴുതി വെക്കണം. ആരാണ് എഴുതേണ്ടത്? എഴുതേണ്ടത് വെറുതെ അല്ല. ഫക്തുബൂ വൽ യക്തുബ് ബൈനക്കും കാത്തിബും ബിൽ അദ്ൽ, നീതിപൂർവമായിരിക്കണം എഴുതുന്നത്. എഴുതുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങ് എഴുതിയോടരുത്. അത് നീതിപൂർവമായിരിക്കണം. അത് വരുന്നുണ്ട്, എന്താണത്? വലാ യഅ്ബ കാത്തിബുൻ,
എഴുതാൻ അറിയുന്നവൻ വിസമ്മതിക്കരുത്. അല്ലാഹു പഠിപ്പിച്ച പോലെ എഴുതാൻ എന്ന് പറഞ്ഞാൽ എഴുതുക എന്ന് പറയുന്നത് അള്ളാഹു പഠിപ്പിച്ചൊരു പ്രത്യേക സംഗതിയാണ് എഴുത്ത് എന്ന് പറയുന്നത്. പൂച്ചക്കുട്ടികൾ എഴുതണുണ്ടല്ലേ നിങ്ങൾ? പൂച്ചക്കുട്ടികൾ എഴുതുന്നുണ്ടില്ലേ? ആ പൂച്ചക്കുട്ടികൾ എഴുതുവോ? പൂച്ചക്കുട്ടികൾ എഴുതൂലല്ലോ. ഇതിനെ കണ്ടില്ലേന്ന് വെച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ സംശയമായത് അല്ലെ? പൂച്ചയും നായും എഴുതൂല. എഴുതുക എന്ന കഴിവ് അള്ളാഹു മനുഷ്യന് പ്രത്യേകം കൊടുത്തൊരു കഴിവാണ്. ആ കഴിവെങ്ങാനും ഇല്ലായിരുന്നെങ്കിൽ ഈ ലോകം ഇങ്ങനെ നിലക്കൂല. കാരണം ഒരു കൂട്ടം ശാസ്ത്രജ്ഞന്മാർ ഒരുപാട് സംഗതികൾ കണ്ടെത്തി. അത് രേഖപ്പെടുത്തി വെക്കാൻ കഴിയില്ല എങ്കിൽ പിന്നെ അടുത്ത ശാസ്ത്രജ്ഞനും ആദ്യം മുതൽ കണ്ടെത്തണം അല്ലെ? അപ്പൊ ഈ സമവാക്യങ്ങളും സൂത്രവാക്യങ്ങളും മറ്റു സംഗതികളും ഒക്കെ എഴുതി വെച്ച് അതിന്റെ മുകളിൽ നിന്നാണ് നെക്സ്റ്റ് ഇനി അടുത്ത ആള്. അപ്പൊ ഇത് എഴുതി വെക്കാൻ കഴിയുന്നതുകൊണ്ടാണല്ലോ അത്. അപ്പൊ കണക്ക് മാത്രമല്ല സയൻസും എഴുതി വെക്കാനുള്ള ശേഷി. അല്ലമ ബിൽ ഖലം, പേന കൊണ്ട് പഠിപ്പിച്ചു എന്ന് പറയുന്ന നിഅമത്ത് മനുഷ്യന് കിട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും കാക്ക കൂടെ ഉണ്ടാക്കുന്നതായും മനുഷ്യൻ പണ്ടുണ്ടാക്കിയ കൂടെ ഉണ്ടാക്കും. അതുകൊണ്ടാണ് കാക്ക പുതിയ കൂടുണ്ടാക്കാത്തത്. കാക്കന്റെ എഞ്ചിനീയറിംഗിന്റെ മുകളിൽ അങ്ങോട്ട് പോകാൻ കഴിയില്ല. കാരണം ഉള്ളിടത്തോളം എഴുതി വെച്ചിട്ട് അടുത്ത് പഠിക്കാൻ കഴിയില്ല. ഓരോന്നും അതിൻ്റെതായ പിത്രത്തിലുള്ളത് മാത്രമേ ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് ഓരോ ജീവിയും അവിടെ തന്നെ നിൽക്കുകയാണ്. മനുഷ്യൻ അവിടുന്ന് മുന്നോട്ട് പോകുന്നത് എഴുത്തുകൊണ്ടാണ്. അപ്പൊ അള്ളാഹു പഠിപ്പിച്ച കഴിവ് എന്ന് അള്ളാഹു പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് എഴുത്തിനെ കുറിച്ച്. അപ്പൊ അള്ളാഹു തന്ന കഴിവ് നിങ്ങൾ ആവശ്യമുള്ളവർക്ക് വേണ്ടി കൊടുക്കണം എന്നാണ് ഈ പറയുന്നത്. അള്ളാഹു എഴുതാൻ കഴിവ് തന്ന ഒരാൾ നിങ്ങളെ കൂട്ടത്തിലുണ്ടെങ്കിൽ അയാൾ എന്നെ കൊണ്ടാവൂല എന്ന് ഇത്തരം ഘട്ടത്തിൽ പറയാൻ പാടില്ല. അവൻ എന്ത് എഴുതണം? അത് എഴുതി വെക്കാൻ വിളിച്ചാൽ എഴുതാൻ പോകണം. ഇതിനെക്കുറിച്ച് മുഫസ്സിരീങ്ങൾ വ്യത്യസ്ത അഭിപ്രായക്കാരുണ്ട്. അതായത് ഇത് വാജിബായ കൽപ്പനയാണ് എന്നും അല്ല, നിയമപരമായിട്ട് അങ്ങനെ നിർബന്ധമല്ല, ധാർമ്മികമായിട്ടാണ് ഇത് നിർബന്ധം എന്നും ഒക്കെ പറയുന്നു. ഒരാളോട് എഴുതാൻ ആവശ്യപ്പെട്ട് കഴിയില്ല എന്ന് പറയുന്നത് ഹറാമായ ഒരു കാര്യമാണോ? അങ്ങനൊന്നുമല്ല. പക്ഷേ എഴുത് തന്നെയാണ് വേണ്ടത്. അങ്ങനെ ഉണ്ടല്ലോ. അല്ലെങ്കിൽ ഒരാൾ എഴുതാൻ പോയില്ലെങ്കിൽ അയാളെ പിടിച്ച് ശിക്ഷിക്കണം എന്നൊന്നുമല്ല. പക്ഷെ നിങ്ങൾക്ക് അള്ളാഹു തന്നൊരു കഴിവാണ്. അത് വെച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? എഴുതണം. അപ്പൊ മധ്യസ്ഥം വഹിക്കാൻ കഴിവുള്ള ആൾക്കാർ മധ്യസ്ഥം വഹിക്കണം. ഇത് ഖുർആനിൽ ഇപ്പൊ ഈ സൂറത്തുൽ ബഖറ നമ്മൾ തുടങ്ങിയപ്പോ തന്നെ പറഞ്ഞില്ലേ? എന്താ പറഞ്ഞത്? മിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, എന്താണോ നൽകപ്പെട്ടത് അത് ചെലവഴിക്കുന്നവരാണ് എന്നാണ്. മധ്യസ്ഥം വഹിക്കാൻ കഴിവുള്ള ഒരു മനുഷ്യനോട് ഒരാളൊരു പ്രശ്നം എന്ന് പറയുമ്പോ എന്നോട് പറയണ്ടേ എന്ന് പറയരുത്, എനിക്കൊന്നും കേൾക്കണ്ടേ എന്ന് പറയരുത്. കാരണം എന്താണ്? നിങ്ങൾക്ക് അള്ളാഹു തന്ന കഴിവാണ്. രണ്ടു കൂട്ടരെയും പിടിച്ചിരുത്തി കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഒരു വിധി പറയാനുള്ള അതെല്ലാവർക്കും കഴിയില്ല. എല്ലാവർക്കും കഴിയില്ല. ഈ മധ്യസ്ഥന് മുമ്പിൽ ഒരാൾ സങ്കടം ഇങ്ങനെ പറയും, അയാളതിൽ വീണു പോകുന്ന ആളാണെങ്കിൽ പിന്നെ അയാൾക്ക് മധ്യസ്ഥം വഹിക്കാൻ കഴിയില്ല. അപ്പൊ അയാളെ സങ്കടം കൂടി ഇയാൾ കേട്ട് മറ്റാളെടുത്ത് പോയപ്പോ അയാളും സങ്കടം, രണ്ടാളും സങ്കടം കേട്ട് അവസാനം മധ്യസ്ഥന് സങ്കടമായി, ടെൻഷനായി. പിന്നെ അയാള് നമ്മൾ നടക്കുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് മധ്യസ്ഥം വഹിക്കാൻ കഴിയില്ല. എല്ലാം കേട്ട് ആ സങ്കടത്തോടെ കൂടി തന്നെ കേട്ട് ഓക്കെ അതവിടെ വെക്കണം. എന്നിട്ട് അപ്പുറത്തോണ്ടും കേട്ട് അത് ഇപ്പുറത്തും വെക്കണം. എന്നിട്ട് അതിങ്ങനെ നോക്കണം. ഇതൊരു കഴിവാണ്. അപ്പൊ ആ കഴിവ് ആ മാർഗത്തിൽ ചെലവഴിക്കണം. ഇതുപോലെ എഴുതാനുള്ള കഴിവ് ആ മാർഗത്തിൽ ചെലവഴിക്കണം. അങ്ങനെ നിങ്ങൾ എഴുതണം. എഴുതാൻ വിസമ്മതിക്കരുത്. അപ്പോൾ അവൻ എഴുതണം. ബാങ്ക് പണിയെടുക്കുന്നവരൊക്കെ കേട്ടോ. ആരാണ് ഇത് പറഞ്ഞു കൊടുക്കേണ്ടത്? അതായത് രണ്ടാൾക്കാർ തമ്മിൽ ഇടപാട്, ഉത്തമർണനും അധമർണനും. എഴുതാൻ അറിയുന്ന ഒരാൾ എഴുതാൻ വിളിച്ചു. എന്താണ് എഴുതേണ്ടത്? അതിലെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആര് പറഞ്ഞു കൊടുക്കണം? അല്ല, അധമർണൻ പറഞ്ഞു കൊടുക്കണം. അധമർണൻ പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ നോക്കൂ, അള്ളാഹു എത്ര സൂക്ഷ്മമായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. വാങ്ങണവനാണ് പറഞ്ഞു കൊടുക്കേണ്ടത് എന്താ എഴുതേണ്ടത്. മനസ്സിലായോ? എന്താ ചെയ്യല്? 10-20 പേജുള്ള ഒരു സാധനം കൂടി വെച്ചത്
എന്നിട്ട് പറയുക ഇവിടെ ഒപ്പിട്ടോ, ഇവിടെ ഒപ്പിട്ടോ. ഈ ഒപ്പിട്ടോ എന്ന് പറയുമ്പോ എങ്ങനെ മറിക്കും? ഈ കൈയടാ വെക്കണ അറിയോ? ഈ ഒപ്പിടണതിന് വിരുദ്ധമായ ഒരുപാട് കണ്ടീഷൻ അതിലുണ്ട്. അതിന്റെ മുകളിലായി ഈ കൈ വെച്ചിട്ട് ഒപ്പിട്ടോ. അപ്പൊ ഈ ഒപ്പ് താഴത്താ ഇടുന്നത്. ഇതെല്ലാം വായിച്ചു നോക്കിയാൽ ലോണിന് എടുക്കൂല, അവൻ അപ്പൊ തന്നെ പോകും. വായിച്ചു നോക്കണമെന്ന് നിർബന്ധം പറയുന്നുണ്ട്, വായിക്കാൻ അറിയില്ല ഉറപ്പുള്ളതുകൊണ്ട്. അത് ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു മനുഷ്യൻ, നമ്മുടെ ലോണെടുത്ത ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ, ഏതെങ്കിലും ഒരു മനുഷ്യന് വായിച്ചു നോക്കിയപ്പെടലുണ്ടോ? അല്ല. ഇപ്പൊ പിന്നെ പക്ഷെ ഞാൻ പറയാം, ഇനിയിപ്പോ ഒരു സാധ്യത ഉണ്ട്. അതായത് ഗൂഗിളൊക്കെ ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ ഫോട്ടോ എടുത്ത് അപ്പൊ തന്നെ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്യാം, മലയാളത്തിൽ അത് വായിക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ എന്തായാലും അതാരും വായിച്ചു നോക്കുമോ? ഇനി നിങ്ങൾ EMI ഇടപാട് നടത്തലില്ലേ? ഫോണ് വാങ്ങുന്നേ, അമ്മിക്കുട്ടി വാങ്ങുന്നേ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇപ്പോ ഫുള്ള് പോയിട്ട് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഉദാഹരണം തെറ്റിപ്പോയി, അമ്മിക്കുട്ടിയല്ല, ഒരാൾ പറഞ്ഞിട്ട് എന്തോ ഉദാഹരണത്തിന് അങ്ങനെ പിടിക്കല്ല. ഈ സാധനം വാങ്ങുമ്പോ ഈ ഒരു വലിയ ഷീറ്റ് നമ്മൾ തരും, ആ ഗ്രൈൻഡറാണ്. ഇനി അത് മാത്രമാണോ? ഇനി മൊബൈലിലാണ് ഇടപാടെങ്കിൽ നമുക്ക് ഇങ്ങനെ കാണും, അടിയിൽ ഇങ്ങനെ തൊട്ട് കൊടുക്കാൻ ആരാ വായിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിസങ്കീർണമായ ഒട്ടനേകം ഉപാധികളോട് കൂടിയിട്ടാണ് ഉത്തമർണൻ അധമർണന് പണം കൊടുക്കുന്നത്. ആധുനിക ഭൗതിക സാമ്പത്തിക വ്യവസ്ഥ അങ്ങനെയാണ്. അള്ളാഹു പറയാണ്, ഇത് എഴുതി വെക്കാൻ പറഞ്ഞു കൊടുക്കേണ്ടത് വാങ്ങുന്നവനാണ്. ഇപ്പൊ എനിക്കൊരു അത്യാവശ്യം വന്നാല് വല്ലാണ്ട് കുടുങ്ങി നിൽക്കുന്ന ഞാന് ഒരാളോട് പൈസ ചോദിച്ചിട്ട് അയാള് ഒരു കടലാസിൽ ഒരുപാട് വ്യവസ്ഥ എഴുതി വന്നാൽ ഞാൻ ഇനിയിപ്പോ അത് വായിച്ച് മനസ്സിലാക്കിയാൽ പോലും ഞാൻ ഒപ്പിട്ട് കൊടുക്കും. കാരണം എന്താണ്? എന്റെ ആവശ്യം നടക്കണം. അങ്ങനെ വരുമ്പോൾ ഞാൻ യഥാർത്ഥത്തിൽ അവകാശം നിഷേധിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് അള്ളാഹു പറയാണ്, അല്ലദീ അലൈഹിൽ ഹഖ്. ആരാണ് ഇത് പറഞ്ഞു കൊടുക്കേണ്ടത്? എഴുതാൻ ഉപാധികൾ പറഞ്ഞു കൊടുക്കേണ്ടത് ആരാണ്? വാങ്ങുന്നവനാണ്. ആ വാങ്ങുന്നവൻ പറയുന്ന ഉപാധി അങ്ങനെ തന്നെ മറ്റൊന്ന് ഒപ്പിടണമെന്നൊന്നുമില്ല. അയാൾക്ക് അതെന്ത് ചെയ്യാം? വായിച്ചു നോക്കി തൃപ്തിപ്പെട്ടിട്ട് ഒപ്പിട്ടാലൊക്കെ മതി. പക്ഷേ ഒരു ആവശ്യക്കാരന്റെ ആവശ്യത്തെ, അയാളുടെ അത്യാവശ്യത്തെ, അയാളുടെ പ്രയാസത്തെ ചൂഷണം ചെയ്യാനുള്ള ഉപാധി അല്ല കടമിടപാട്. അപ്പൊ പിന്നെ അത് പുണ്യപ്രവൃത്തി ഒന്നും ആവൂല. കടം കൊടുക്കുന്നത് പുണ്യമാവുന്നത് എന്തുകൊണ്ടാണ്? ചില ആളുകൾ ചോദിക്കുന്നുണ്ട്, ഞാനിപ്പോ 1,00,000 രൂപ കടം കൊടുത്ത് 2 കൊല്ലം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ അത് മൂല്യ ശോഷണം സംഭവിക്കൂലേ, അപ്പൊ എനിക്ക് നഷ്ടമല്ലേ? അതിനാണ് ചങ്ങായി പഠിച്ചോൻ തരാന്ന് പറഞ്ഞത്. മനസ്സിലായില്ലേ? ഇത് പുണ്യാവുന്നത് എങ്ങനെയാണ്? സക്കാത്ത് കൊടുക്കുന്നത് പുണ്യമാണ്, സ്വതക്ക കൊടുക്കുന്നത് പുണ്യമാണ്, വഖഫ് ചെയ്യുന്നത് പുണ്യമാണ് എന്ന പോലെ കടം കൊടുക്കുന്നത് പുണ്യമാകുന്നത് എങ്ങനെയാണ്? ആ കടം കൊടുക്കുന്ന ആൾക്ക് ചില നഷ്ടങ്ങളൊക്കെ ഉണ്ട് ഭൗതികമായിട്ട്. ആ നഷ്ടങ്ങൾക്ക് പകരം അപ്പൊ സക്കാത്ത് കൊടുക്കണവന്റെ പൈസ കുറയല്ലേ? പക്ഷെ അത് വിചാരിച്ചാൽ കൊടുക്കാണ്ടിരിക്കലാണോ? അല്ല. സദക്ക ചെയ്യുന്ന ആൾക്ക് പൈസ കുറയും, കൊടുക്കാണ്ടിരിക്കലല്ല. ഇതുപോലെ കടം കൊടുക്കുമ്പോ അയാൾക്ക് ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാവും. ചിലപ്പോ ഞാനിതാ നിങ്ങൾക്ക് 2 ലക്ഷം തരാന്ന് പറഞ്ഞ് അത് കൊടുക്കുകയും ചെയ്തപ്പോഴായിരിക്കും വേറെന്തോ ഒരു കച്ചവടം വന്ന് പെട്ടത്. ആ 2 ലക്ഷം കൊടുത്താൽ എനിക്ക് 2.5 ലക്ഷം കിട്ടുന്ന കച്ചവടമായിരിക്കും അത്. പക്ഷെ എനിക്ക് ആ കച്ചവടത്തിന് ഇപ്പൊ പൈസ ഇല്ല. പൈസ ഞാൻ എന്തായി? കടം കൊടുത്തു. അപ്പൊ എനിക്ക് 50,000 നഷ്ടമായി. പക്ഷെ അത് നഷ്ടമല്ല. കാരണം എന്താണ്? ഇതിനൊക്കെ അവിടെയായിട്ടുള്ള കണക്ഷൻ വേണം, എന്നാലേ ഉള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ പിന്നെ ഒക്കെ നഷ്ടം തന്നെ. അച്ഛന്മാരോട് ചിരിക്കണ നഷ്ടമല്ലേ? പരലോകമായിട്ട് ബന്ധമല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എന്തെല്ലാം നഷ്ടം നമ്മുടെ ജീവിതത്തിലുള്ളത്. ഒരുപാട് നഷ്ടം. ഒരാൾക്ക് ക്ലാസ് ചായ കൊടുക്കണ നഷ്ടമാണ്, എല്ലാം നഷ്ടമാണ്. അവിടെയായിട്ട് ബന്ധം ഉണ്ടെങ്കിൽ ഇതൊക്കെ ലാഭമാവുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഉത്തമർണൻ അല്ല എഴുതേണ്ടത്, പറഞ്ഞു കൊടുക്കേണ്ടത്, അധമർണനാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. അവൻ തന്റെ നാഥനായ അള്ളാഹുവിനെ സൂക്ഷിക്കട്ടെ. അതിൽ നിന്ന് അവൻ ഒരു കുറവും വരുത്താൻ പാടില്ല. ഈ ചില ആൾക്കാര് എഴുതിയാല് നിങ്ങൾ ആൾക്കാരെ മനസ്സിൽ വിചാരിക്കരുതേ ഞാൻ ഇതൊന്നും പറയുന്നു.
എന്തെങ്കിലും ഒരു കെണി ഉണ്ടാവും. ചില ആധാര എഴുതിയാല് എന്തെങ്കിലും ഒരു കെണി ഉണ്ടാവും. പിന്നെ അന്നേരം ഒന്നും അത് അറിയില്ല. കാരണം അന്നേരം അത് രജിസ്റ്റർ ചെയ്ത് ഒപ്പ് വെച്ച് വിരലടയാളം വെച്ച് സാക്ഷി ഒപ്പിട്ട് ചായ കുടിച്ച് പിരിഞ്ഞു. 35 കൊല്ലത്തിന് ശേഷം വെക്കാൻ പോയി വെക്കുമ്പോ ഈ ആധാരം കൊണ്ടുപോകും. പഠിച്ചോനെ, ഈ ആധാരം എന്താ ഇപ്പൊ ചെയ്യാ? ഇതിൽ അവിടെ പ്രശ്നമുണ്ട്, ഈ അതിർത്തിന്റെ എഴുതിയ പ്രശ്നമാണ്, ഇവിടെ ഉള്ളവരുടെ അവകാശം എഴുതി വെച്ചിട്ടുണ്ട്, അതിൽ ഇന്നൊരു അവകാശി കടന്നു വരുന്നുണ്ട്, മറ്റൊരു അവകാശിനെ കാണാനില്ല എന്നൊക്കെ പറയുമ്പോഴാണ് എന്താ ഇത് കഥ എന്ന് പറയാം. അപ്പൊ ഇത് എഴുതുന്നവന്റെ സൂക്ഷ്മതക്കുറവ് കൊണ്ടും ചിലപ്പോൾ എഴുതുന്നവന്റെ ദുഷ്ടലാക്ക് കൊണ്ടും ചിലപ്പോൾ എഴുതുന്നവൻ മറ്റ് അയൽക്കാരനോ മറ്റ് ഇടപാടുകാരോ ആയിട്ട് നടത്തിയ അവിഹിത ബന്ധം കൊണ്ടുമൊക്കെ ചില ഡോക്യുമെന്റുകൾ റോങ് ആയിട്ട് എഴുതപ്പെട്ടിട്ടുണ്ടാവും. അള്ളാഹു പറയുകയാണ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. ഇങ്ങനെ ഇടപാട് എഴുതി വെക്കുന്നവര് അള്ളാഹുവിനെ സൂക്ഷിക്കുക. അതിലൊരു കുറവും വരുത്താൻ പാടില്ല. അവൻ സൂക്ഷ്മത പാലിക്കണം. പിന്നീട് ബുദ്ധിമുട്ടുള്ള സംഗതിയിലേക്ക് പോകരുത്. വേറെ പറ്റിയാ പറയും. അത് നല്ല ചോദ്യമാണ്. ഓൽക്ക് എന്താ അള്ളാഹ്? അതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ, അള്ളാഹുവിൽ വിശ്വാസമുള്ള ആൾക്കാര് ഇത്തരം രംഗത്ത് വരണം. ഇത്തരം രംഗത്തുള്ളവർക്കും അള്ളാഹുവിലുള്ള വിശ്വാസം എന്താന്ന് പഠിപ്പിച്ചു കൊടുക്കണം. അതാണ് ഇസ്ലാമിന്റെ സമഗ്രത എന്ന് പറയുന്നത്. അതുകൊണ്ടാ പറയുന്നത്, നമ്മളിങ്ങനെ നിസ്കരിച്ചുകൊണ്ട് മാത്രം അല്ല, എല്ലാവരിലേക്കും തഖ്വ എത്തണം. നമ്മുടെ സമൂഹത്തിൽ തഖ്വ ഉണ്ടാകണം. ഡോക്യുമെന്റ് റൈറ്റേഴ്സ് മുത്തഖീങ്ങളാണെങ്കിൽ നാട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. ചെറിയ സംഗതി ഒന്നല്ല അത്. അപ്പൊ തഖ്വ ഹൈസുമാക്കുൻസ് എല്ലാ സ്ഥലത്തും എത്തേണ്ടതാണ്. തഖ്വ പള്ളിയിലെ മൗലവിക്ക് മതി എന്ന് വെച്ചാൽ ബാക്കിയുള്ളതൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ എത്ര ദീനുൽ ഇസ്ലാം പ്രാക്ടീസ് ചെയ്യുന്നുവോ അത്രയും സുഖം ഗുണം ഉണ്ടാകും. ഇനിയും അള്ളാഹു പറയുകയാണ്, ഇനി ബാധ്യതയുള്ളവൻ ആണെങ്കിൽ അഥവാ അധമർണൻ ആണെങ്കിൽ, സഫിഹ മൂഢനാണെങ്കിൽ. ഈ മൂഢൻ എന്ന് പറഞ്ഞാല്, മൂഢൻ പീഠത്തിലിരുന്നു, പീഠം മറിഞ്ഞു, മൂഢൻ വീണു. അതൊന്ന് വായിച്ചതിന് ശേഷം പിന്നെ മൂഢനെ കണ്ടിട്ടില്ല. എന്താ ഈ മൂഢൻ? മൂഢൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു അന്തല്ലാത്തവനെന്ന് പറയാം. ഒരു അന്നഭിനോന്നില്ല കടം വാങ്ങാൻ പോണത്. കടം വാങ്ങേണ്ടി, അവന് വേണ്ടി കടം വാങ്ങേണ്ടി വരും. അവന് ഒരു പക്ഷേ അനന്തര സ്വത്ത് കിട്ടാനുണ്ടാവും. അവന്റെ പേരിൽ തന്നെ വിൽക്കാനുള്ള സ്വത്തുണ്ടാവും. കടം വീട്ടാനുള്ള കഴിവ് അവനുണ്ടാവും. പക്ഷെ ഓനെന്തല്ല, അതെ. അപ്പോ മൂഢന്മാർക്കും പൈസ ആവശ്യം ഉണ്ടാവും, എന്തെങ്കിലും ആവശ്യം ഉണ്ടാവും. അങ്ങനെയുള്ള ഈ അധമർണൻ എങ്കിൽ, അല്ലെങ്കിൽ ദുർബലനാണെങ്കിൽ, അല്ലെങ്കിൽ അവന് സാധിക്കുകയില്ല സ്വയം പറഞ്ഞു കൊടുക്കാൻ. കർമാങ്ങുന്ന ആൾക്ക് ഈ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒന്നും പറഞ്ഞു കൊടുക്കാനുള്ള കഴിവില്ല. അതിനെ പറ്റിയൊന്നും എനിക്ക് അറിഞ്ഞോളാ, ഞാൻ കുടുങ്ങിക്കാണ്, എനിക്ക് എന്തെങ്കിലും പൈസ ഇപ്പൊ കിട്ടണം, അത് ഞാൻ ഇത്രാം തീയതി തരാം, എന്റെ മുതല് വിൽക്കാനുണ്ട്, പണ്ടം വിൽക്കാൻ വെച്ചിട്ടുണ്ട്, പറമ്പ് വിൽക്കാൻ വെച്ചിട്ടുണ്ട്, എനിക്ക് ഇതൊന്നും എഴുതാനെന്ന് അറിഞ്ഞോണ്ട് കേട്ടോ എന്നൊരുത്തം പറയാണ്, അല്ലെങ്കിൽ ഒരുത്തി പറയാണ്. സന്തോഷായി. അറിഞ്ഞൂടാത്ത ഒരാൾ. അതെ, അതും നല്ലൊരു പോയിന്റാണ്. ഇനിയിപ്പോ അറിവ് പേരൊക്കെ ഉണ്ട്, പക്ഷെ ഇത് എഴുതാൻ അറിഞ്ഞൂടാ. ഇത് ഒരു ശൈലി തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ആധാരത്തിന്റെ ശൈലി വായിച്ചിട്ടില്ലേ? ഇല്ലേ? ഇന്ന പറമ്പിൽ താമസിക്കുന്ന ഇന്നയിടത്ത് ഇന്ന ആളുടെ മകൻ, ഇന്നയാൾ, ഇത്ര വയസ്സ്, കച്ചവടം എന്നൊക്കെ പറഞ്ഞിട്ട് അതൊരു ശൈലിയാണ്. അതിന് അങ്ങനെ എഴുതുന്നത്. അങ്ങനെ എഴുതിയിട്ടില്ലെങ്കിൽ
മൊത്തം വായിച്ചു നോക്കിയാൽ ഇതിപ്പോ ആർക്ക് കൊടുത്താന്ന് വരെ തിരിയൂല. അതല്ലാത്ത ഇത്താവുമ്പോ എന്താണ്, ആർക്ക് കൊടുത്തതാണ്, ആർക്കാ തിരിച്ചു കൊടുക്കേണ്ടത്, പൈസ കൊടുത്തോനെന്നേക്കും പിന്നെ മറ്റവരിലേക്ക് കൊടുക്കേണ്ടി എഴുതി വന്ന് നോക്കും, അറിയില്ല. അപ്പൊ അറിവില്ല എങ്കിൽ, അങ്ങനെ എഴുതാൻ ശേഷിയില്ലാത്ത സാഹചര്യത്തിലാണെങ്കിൽ ചിലപ്പോൾ അത് മാറാം. ഇപ്പോൾ അദ്ദേഹം പൈസ ആവശ്യമുള്ള ആൾ ICUലായിരിക്കാം, വെന്റിലേറ്ററിലായിരിക്കാം. നാളെ അത് മാറി അയാൾക്ക് തിരിച്ചു വരാം, ഇയാളെക്കാൾ പൈസ ഉള്ള ആളാവാം. ഇപ്പൊ സാഹചര്യങ്ങൾ പലതും ഉണ്ടാവും. എന്തായാലും അപ്പോൾ ഈ ഇടപാട് കരാറാക്കുന്ന സമയത്ത്, എഗ്രിമെന്റ് എഴുതുന്ന സമയത്ത് അയാൾക്ക് അതിന് കഴിയുകയില്ല എങ്കിൽ പറഞ്ഞു കൊടുക്കണം വലിയൂബിൽ അദ്ൽ. അയാളുടെ ഒരു വലിയ ഉണ്ടാവുമല്ലോ, ആ വലിയ ഇത് പറഞ്ഞു കൊടുക്കണം. എന്നാലും കൊടുക്കണമെന്നല്ല ഇതെന്റെ. എന്നാലും പൈസ കൊടുക്കുന്നവനല്ല ഉപാധികൾ എഴുതേണ്ടത്. രണ്ടാള് തമ്മിൽ ഇടപാട് നടത്തുമ്പോ വാങ്ങണോ നീനൊന്നും കഴിവില്ലാന്ന് വിചാരിക്കാം, എന്നാ പിന്നെ കൊടുക്കണോന്ന് തന്നെ എഴുതാ. അങ്ങനല്ല, അപ്പോഴും വാങ്ങുന്നവന്റെ വലിയാണ് ഇത്, അല്ലെങ്കിൽ എഴുതാൻ പറഞ്ഞു കൊടുക്കണം. പറഞ്ഞു കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഓരോ വാക്കും പറഞ്ഞു കൊടുക്കുക എന്നൊന്നും അതിനർത്ഥമല്ല. പുതിയ കാലത്ത് ഇതിനൊക്കെ വളരെ കൃത്യമായ ഫോർമാറ്റ് ഉണ്ടാവും. അഗ്രിമെന്റ് ഒക്കെ അങ്ങനെയാണ്. ഇപ്പോൾ വാടക അഗ്രിമെന്റ് ഒക്കെ നമ്മളിപ്പോ ആദ്യം മുതലേ ആലോചിച്ച് ചെയ്തൊന്നും വേണ്ട. അപ്പൊ അവിടെ കമ്പ്യൂട്ടറിൽ ഉണ്ടാവും. അതിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, കെട്ടിട നമ്പറും മറ്റേ ആളെ പേരും ആധാർ നമ്പറൊക്കെ പറഞ്ഞെടുത്താൽ ആദ്യമുള്ളതിൻ്റെ അകത്ത് ഇതിങ്ങനെ കേട്ടിട്ട് ഉണ്ടാക്കി തരും. ഇനി പൈസയും കൊടുക്കാന്നാണ്. ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിലും ഈ എഴുത്തുകാരന് പൈസ കൊടുക്കാന്ന് പറയുന്നുണ്ട്. ഈ എഴുത്തുകാരൻ വെറുതെ ഇതൊന്നും വേണ്ട, എഴുത്തുകാരന് പൈസ കൊടുക്കാം. മുമ്പൊക്കെ അങ്ങനെ ഒരു എഴുത്ത് പൈസ വാങ്ങാൻ പറ്റുമോ എന്നൊക്കെ വിചാരിക്കും. ഇപ്പൊ ആൾക്കാരങ്ങനെ ചോദിക്കും, പൈസ ഉണ്ട്. അപ്പൊ അത് അവരുടെ ഒരു സ്ഥിരം പരിപാടിയാണ്. അപ്പൊ അങ്ങനെ കാശ് കൊടുത്ത് എഴുതിക്കാം. അപ്പോൾ ഈ വലിയ, അതായത് ഈ കടം വാങ്ങുന്നയാളുടെ കുട്ടികൾക്കാണെങ്കിലും വൃദ്ധർക്കാണെങ്കിലും രോഗികൾക്കാണെങ്കിലും മറ്റു വല്ല ദോഷമുള്ള ആളുകൾക്കാണെങ്കിലും ഇനി സഫീഹ് മൂഢന്മാരായ ആളുകളാണെങ്കിലും അവരുടെ വലിയാണ് എന്ത് ചെയ്യേണ്ടത്, ഈ പണം വാങ്ങുന്ന ആൾക്ക് വേണ്ടി ഇത് എഴുതുന്ന ആളോട് പറഞ്ഞു കൊടുക്കേണ്ടത്. അങ്ങനെയുള്ള ടേംസ് മാത്രമായിക്കൊള്ളുന്നില്ല. ഇപ്പോ കടം കൊടുക്കുന്ന ആള് ആണ് എഴുതുന്നതെങ്കിൽ അയാൾക്ക് പലിശ നേർക്കുനേരെ ഇല്ലെങ്കിലും, പലിശ നേർക്കുനേരെ എന്തായാലും ഇല്ലല്ലോ, വേറെയും ചില ഉപാധികളൊക്കെ വെക്കാം. പല ജാതി ഉപാധികളും വെക്കാൻ പറ്റും. ഇതിന്റെ അകത്ത് പല ക്ലോസ് ഉണ്ടാക്കാൻ പറ്റും. അത് വാങ്ങിക്കുന്ന ആള് അന്നേരം ദുർബലനാണ്. അതാണ് ഇതിന്റെ പ്രശ്നം. ആ ദൗർബല്യമാണ് പ്രശ്നം. അതായത് നിങ്ങൾ നേരെ തിരിച്ചാലോചിച്ച് നോക്ക്, ഇത് വാങ്ങുന്ന ആള് കുറെ കണ്ടീഷൻസ് വെച്ചെന്ന് വിചാരിക്കുക, പക്ഷെ കൊടുക്കുന്ന ആൾ ഒപ്പിടൂല. കാരണം കൊടുക്കുന്നവന്റെ എന്താ പൈസ, ഓന്റെ മുമ്പിൽ എന്ത് വരുന്നില്ല, ഒരു നിസ്സഹായാവസ്ഥ വരുന്നില്ല. അതുകൊണ്ട് ഓൻ വായിച്ചു നോക്കിയിട്ട് അവന് ബോധ്യാണെങ്കിലേ ഒപ്പിടൂ. അതുകൊണ്ട് വാങ്ങുന്ന ആള് എഴുതുന്ന എഗ്രിമെന്റ് നീതി പാലിക്കപ്പെടാതിരിക്കൂല. കാരണം കൊടുക്കുന്ന ആൾക്ക് അത് എഗ്രി ആണെങ്കിലല്ലേ അയാൾ ഒപ്പിടുള്ളൂ. അതേസമയം കൊടുക്കുന്ന ആളാണ് ഈ ഉപാധികൾ വെക്കുന്നതെങ്കിൽ വാങ്ങുന്ന ആൾക്ക് എതിർക്കാനുള്ള ശേഷി ഉണ്ടാവൂല. ആ സൈക്കോളജി അങ്ങനെയാണ്. വാങ്ങുന്ന ആൾക്ക് ഈ പൈസ എന്ന് പറയുന്നത് വല്ലാത്തൊരു സംഗതിയാണ്. ഞാൻ ആദ്യം വിചാരിക്കുകയായിരുന്നു ഈ പൈസക്ക് വോട്ട് വാങ്ങൂല, വോട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ട് പൈസ കൊടുക്കുക, അങ്ങനെ ഒരു പരിപാടി ഉണ്ടല്ലോ. അപ്പൊ ഞാൻ വിചാരിക്കാനും അതിപ്പോ പൈസ വാങ്ങുന്നതൊക്കെ പോലും ചെയ്യുമോ, പൈസ വാങ്ങിയിട്ട് വോട്ട് കൊടുക്കുക. അപ്പോ നീ എനിക്ക് വോട്ട് ചെയ്യണം കേട്ടോ, 3000 റുപ്യ തരാം എന്ന് പറഞ്ഞാൽ 3000 വാങ്ങിച്ചിട്ട് മറ്റാക്കി എഴുതാപ്പോ ഇയാൾ അറിയോ? അങ്ങനെ ചെയ്യാൻ കഴിയില്ല. അതാണ് സൈക്കോളജി. അങ്ങനെ കഴിയില്ല. സാധാരണത്തേതിലും അപ്പുറത്ത് തട്ടിപ്പെടുത്താനുള്ള ശേഷിയുള്ളവരെ കഴിയും.
സാധാരണക്കാർക്ക് കഴിയില്ല. അതാണ് സൈക്കോളജി. അതിന്റെ മുകളിലാണ് ഇവർ പിടിക്കുന്നത്. അസാധാരണമായ ശേഷിയുള്ള ചില ആൾക്കാരുണ്ടാവും. ഇപ്പോ ഒരാൾക്ക് ഇപ്പൊ പോലീസുകാരൊക്കെ പിടിച്ചാൽ ചോദ്യം ചോദിക്കുമ്പോ ഒന്നോ രണ്ടോ മൂന്നോ ചോദ്യം ചോദിച്ചാൽ തന്നെ തിരിയും ഇത് ഇവൻ കളവാണോ സത്യമാണോ പറയണെന്ന്. എന്തുകൊണ്ടാ തിരിയണത്? കളവ് പറയുമ്പോൾ അയാൾ കാണിക്കുന്ന ചില, പക്ഷെ സാമർഥ്യമുള്ള കള്ളനാണെങ്കിൽ അതിന്റെ അപ്പുറത്ത് പോകും. അത് അസാധാരണ കഴിവാണ്. സാധാരണ കഴിവ് അങ്ങനെ, നമ്മൾ ഒരാളിൽ നിന്നൊരു സഹായം സ്വീകരിച്ചാൽ അയാളെ കാണുമ്പോ ഇങ്ങനെ ആയിപ്പോ എന്തിനാന്ന് ചോദിച്ചാൽ അതിന് കാരണമൊന്നുമില്ല, അങ്ങനെയാണ്. അതാണ് അതിന്റെ സംഭവം. അതൊക്കെ മനുഷ്യന്റെ മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ട കേസാണ്. എന്ന് പറഞ്ഞാൽ പൈസ എന്ന് പറയുന്നത് മനുഷ്യന് മേൽ അത്രയും സ്വാധീനം ചെലുത്തുന്ന ഒരു സംഗതിയാണ് പൈസന്റെ ഇടപാട്. അതുകൊണ്ടാണ് ഇത്ര സൂക്ഷ്മമായിട്ട് അള്ളാഹു പറയുന്നത്. ഇപ്പൊ കടം കൊടുക്കുന്നവനാണ് ബാധ്യതകളെ കണ്ടീഷൻസ് എഴുതിയുണ്ടാക്കുന്നതെങ്കിൽ വാങ്ങുന്നവൻ അതിനടിയിൽ ഒപ്പിടാൻ നിർബന്ധിതനായി ഒപ്പിട്ടു പോകും. ഈ വാങ്ങുന്നവനാണ് ഉപാധി വെക്കുന്നതെങ്കിൽ കൊടുക്കുന്നവൻ ഉത്തമർണനാണ്. അവൻ എന്ത് ചെയ്യൂല, എല്ലാത്തിനിടയിൽ നിന്ന് ഒപ്പിടൊന്നുമില്ല. അത് വായിച്ച് ബോധ്യപ്പെട്ട ശേഷമുള്ളൂ ഒപ്പിടുള്ളൂ. അപ്പൊ രണ്ടു കൂട്ടർക്കും നീതി കിട്ടും. അല്ല, ഞാൻ ആദ്യം പറഞ്ഞു. അതായത് എന്ത് സംഗതി കടം വാങ്ങണമെങ്കിലും ഇതൊക്കെ ബാധകമാണ്. ഇനി ചെറിയ 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 കൈവായ്പകൾക്ക് ഇത് ഇങ്ങനെ തന്നെ വേണോ? ഒരു എഴുത്തുകാരൻ, എഴുത്ത് സാക്ഷികൾ, അങ്ങനെയൊക്കെ. സാക്ഷിത്വത്തെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല, നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം, അപ്പൊ അതിനുള്ള സമയം. അപ്പോ എങ്ങനെയാണ് സാക്ഷി നിൽക്കേണ്ടത്, എന്താക്കണം എന്നൊക്കെ ഇത് പറയുന്നു. അപ്പൊ എന്താണെന്ന് വെച്ചാൽ ചെറിയ കൈവായ്പ 500 പേര് ഞാൻ എടുത്തുണ്ട് എന്ന് പറയാൻ പറ്റൂല. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങുന്നതിനൊന്നും ഇതില്ല, ഒരു സംഗതി ഒന്നും ഒരു കുറ്റമൊന്നുമല്ല. പക്ഷേ വാങ്ങിയാൾ നിഷേധിച്ചാൽ, കൊടുത്താൽ നിഷേധിച്ചാൽ അപവാദം പറയാൻ പാടില്ല. അതും നിങ്ങൾ എന്ത് ചെയ്തോളണം. കാരണം അതായത് ഇസ്ലാമിക കോടതിയുടെ ഒരു സംഗതി എന്താ വെച്ചാൽ തെളിവ്, ഭൗതികമായ തെളിവ് അനുസരിച്ച് വിധി പറയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന പല കേസുകളും റസൂൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങൾ കാണിക്കുന്ന പ്രത്യക്ഷ തെളിവ് വെച്ചിട്ടാണ് വിധി പറയുക. ആരെങ്കിലും കൃത്രിമമായ തെളിവും കൊണ്ടാണ് വരുന്നതെങ്കിൽ അവൻ എൻ്റെ അടുത്ത് നിന്ന് നരകത്തിന്റെ കഷ്ണം വാങ്ങിയിട്ടാ പോണത് എന്ന് ഓർമ്മിക്കണം. ഞാൻ നബിയാണ്, എനിക്ക് വഹി കിട്ടുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ വന്നാലേ എനിക്ക് മനസ്സിലാവും, അങ്ങനൊന്നല്ല പറഞ്ഞു. ഇനി അതുമല്ലെങ്കിൽ എനിക്ക് ആളെ കണ്ടപ്പോ തന്നെ മനസ്സിലായി, ഇങ്ങനൊന്നുമല്ല പറഞ്ഞത്. എന്താ പറഞ്ഞത്? പ്രത്യക്ഷ തെളിവനുസരിച്ചാ വിധിക്കുക. അപ്പൊ ആ തെളിവിൽ 500 റുപ്യ ഞാൻ ഒരാൾക്ക് കൊടുത്തു, അയാൾ പറയണെങ്കിൽ അന്നില്ല, ഞാൻ പിന്നെ കൊടുത്തു തന്നെ പിന്നാലെ നടക്കരുത്, കാരണം എൻ്റെ അടുത്ത് തെളിവില്ല. അപ്പോ അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും അതൊക്കെ മനുഷ്യന്മാർ തമ്മിൽ സാധാരണ നാട്ടിൽ ചെയ്തു വരുന്ന രീതിയാണ്. എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൈവായ്പ തന്നെ പറയുന്നേ, കൈവായ്പ തന്നെ പറയാം. അപ്പൊ അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുന്ന ചെറിയ ചെറിയ സംഗതിയാണ്. അതിനൊന്നും ഇങ്ങനെ എഴുതി വെക്കാൻ നിർബന്ധമില്ല. അതേ സമയത്ത് എഴുതി വെക്കാത്ത കാര്യത്തിൽ പിന്നെ ആർഗ്യുമെന്റുമായിട്ട് പോകരുത്. ഇപ്പൊ പിന്നെ കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമുക്ക് ഗൂഗിൾ ചെയ്ത് കൊടുത്താൽ മതി, ഒരു തെളിവാണ്. പൈസ കൊടുക്കണതിന് പകരം ഗൂഗിൾ ചെയ്ത് കൊടുത്താൽ തെളിവാണ്. പിന്നെ നിങ്ങൾ മോന്റെ അടുത്ത് കൊടുത്ത 5000 രൂപ എൻ്റെ അടുത്ത് കിട്ടി, ഇൻഷാ അല്ലാഹ് 3 മാസം കഴിഞ്ഞ് ഞാൻ തരാം എന്ന് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി, അപ്പൊ അത് തെളിവാണ്. അതവിടെ സ്ക്രീൻഷോട്ട് എടുത്ത് കൊടുക്കാം. ഇങ്ങനെ ചെറിയ ചെറിയ സംഗതിക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും. അതൊക്കെ പുതിയ കാലത്തുള്ള സൗകര്യങ്ങൾ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. എന്തായാലും മനുഷ്യന്റെ അഭിമാനം പവിത്രമാണ്, അത് പിച്ചു ചിന്താൻ പോകരുത്, പ്രയാസപ്പെടുത്താൻ നിൽക്കരുത് എന്ന പാഠമാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇൻഷാ അല്ലാഹ് ഇനി ഇതിന്റെ ബാക്കി ഭാഗം, ഇത് ഖുർആനിലെ ഏറ്റവും വലിയ ആയത്താണല്ലോ, അപ്പൊ ഇതിന്റെ അടുത്ത ഭാഗം അതിൽ സാക്ഷി നിൽക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു പുരുഷനും അല്ല 2 പുരുഷന്മാര്, ഇനി അങ്ങനെ 2 പുരുഷന്മാരെ കിട്ടിയില്ലെങ്കിൽ ഒരു പുരുഷനും 2 സ്ത്രീയും എന്ന് പറയുന്നുണ്ട്. എന്താണത് ഒരാണിന്റെ സ്ഥാനത്ത് 2 പെണ്ണ് എന്ന് പറയുന്നത് എന്നൊക്കെ ചോദിക്കുന്നവരും ഉണ്ട് പലരും.
ഇൻഷാ അല്ലാഹ് നമുക്ക് ചെറിയ തോതിൽ പഠിക്കാൻ ശ്രമിക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين. الحمد لله رب العالمين.